ഇസ്രായേലിനും യുഎസിനും ഭീഷണിയുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. സയനിസ്റ്റുകളോട് ഒരു തരത്തിലുള്ള ദയയും കാണിക്കില്ലെന്നും ഖമേനി പറയുന്നുണ്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആദിൽ ചേരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം യുഎസ് വലിയ രീതിയിലുള്ള ഭീഷണി ഇറാന് മേൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. നിരുപാധികം കീഴടങ്ങണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആണവ കരാറിൽ ഒപ്പിടണമെന്നൊരു സാഹചര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഇസ്രായേലിനും യുഎസിനും ഭീഷണിയുമായി ഖമേനി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അതായത് തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. യുദ്ധസമാനത്തിലേക്ക് പോകുന്നുണ്ട്, തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അതെ, ഭദ്ര സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിരുപാധികം കീഴടങ്ങാൻ വേണ്ടി ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇറാൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളിലേക്കും നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമേനി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് ഇറാൻ കീഴടങ്ങുന്ന ഒരു രാഷ്ട്രമല്ല എന്നറിയാമെന്നും നിർബന്ധിത യുദ്ധമോ സമാധാനമോ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നും സയനിസ്റ്റ് ഭീകരതയോട് ഒരു തരത്തിലുമുള്ള അയവും വരുത്തില്ല എന്നുള്ള രീതിയിലാണ് ഈ ഖമേനിയുടെ പ്രസ്താവന വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ US ഇടപെടൽ ഈ വിഷയത്തിനകത്ത് ഉണ്ടായാൽ അതിന് വലിയ പ്രത്യാഘാതങ്ങൾ അമേരിക്ക നേരിടേണ്ടി വരുമെന്ന ഭീഷണി കൂടെ ഖമേനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം, അമേരിക്ക ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ ടെഹ്റാനിൽ ആക്രമണം നടത്തിയ ഘട്ടത്തിൽ ഇത് ഞങ്ങളുടെ അറിവോടെ അല്ല എന്നുള്ള രീതിയിൽ പ്രതികരണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വരും ദിവസങ്ങളിൽ കുറച്ചധികം ദിവസങ്ങൾ കഴിയുമ്പോൾ കൃത്യമായിട്ട് അമേരിക്കയുടെ ഒരു പിൻബലത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്നത് എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ ഇടപെടലുകളായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും മറ്റു ഫൈറ്റർ ജെറ്റുകളെല്ലാം യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് എത്തി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടും അമേരിക്ക ഈ പറയുന്ന സംഘർഷത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള നിലയ്ക്കുള്ള ആശങ്കകൾ വരുന്നൊരു സാഹചര്യത്തിലാണ് ഖമേനിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനുള്ള പ്രത്യാഘാതങ്ങൾ ഈ പ്രദേശം നേരിടേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മറ്റു പല രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടാനായിട്ടുള്ള സാധ്യതകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഖത്തറിന് ഇറാൻ ഒരു കത്തയച്ചിരിക്കുന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ആ കത്തിൻ്റെ ഉള്ളടക്കം വ്യക്തമല്ല എങ്കിൽ കൂടെ നമുക്കറിയാം, ഖത്തർ ഉൾപ്പെടെയുള്ള 20ഓളം അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇറാൻ അനുകൂലമായിട്ട് ഇസ്രായേൽ ആക്രമണത്തിൽ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാൻ ഖത്തറിന് ഒരു കത്തയച്ചിരിക്കുന്നൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് പശ്ചിമേഷ്യ കടക്കുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു വലിയ യുദ്ധത്തിലേക്ക്, ഒരു തുറന്ന പോരിലേക്ക് ഇറാൻ ഇസ്രായേൽ ആക്രമണങ്ങൾ മാറുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭദ്ര, ശരി, വ്യക്തമാണ്. അതിലെന്തായാലും ഒരു തരത്തിലും കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഖമേനിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.